ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് ബാങ്കിങ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് പോയിൻറ്റ്, സ്റ്റിമുലേഷൻ ഓഫ് ദ സേവിങ്. എന്താണ് ഈ സ്റ്റിമുലേഷൻ ഓഫ് ദ സേവിങ് എന്ന് പറഞ്ഞാൽ? പൊതുജനങ്ങളുടെ ഡെപ്പോസിറ്റിന് ബാങ്കുകളും സെക്യൂരിറ്റിയും നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ ഡെപ്പോസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കുകയും മോഷണം മുതലായവ മൂലം ഉണ്ടാകുന്ന ലോസിനെക്കുറിച്ച് അവർ ആകുലപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക് ആയുള്ള ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും ആവശ്യമായ ഒരു വ്യവസ്ഥയാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യലായിട്ടും ഇൻഡസ്ട്രീസ്, ട്രേഡ് എന്നിവയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ നൽകാൻ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റത്തിനാണ് കഴിയുന്നത്. ബാങ്കുകൾ അവ ജനങ്ങളുടെ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസായിട്ട് അല്ലെങ്കിൽ സ്മാൾ സ്കെയിലായിട്ട് മേഖലകളുമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഈ ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസുകളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ പലതും കാർഷിക അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സ്വഭാവത്തിലുള്ളതാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളിലെ സീഡ്സ്, രാസവളങ്ങൾ, കീടനാശിനികൾ, ട്രാക്ടറുകൾ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻസ്ട്രുമെൻസുകൾ മുതലായവ വാങ്ങുന്നതിനും അത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് നൽകുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്നൊവേറ്റിംഗ് ഓൺട്രപ്രണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പറയുന്നത് ഇന്നൊവേറ്റിംഗ് ഓൺട്രപ്രണേഴ്സ്. ഇന്നൊവേറ്റിംഗ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസുകളിൽ പുതുതായിട്ടുള്ള എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സ്, അതുപോലെ തന്നെ പുതിയ എൻ്റർപ്രൈസുകൾ ഇതൊക്കെ ആരംഭിക്കുന്നതിനോ ഫണ്ടുകളുടെ അഭാവം മൂലം പുതിയ എൻ്റർപ്രൈസസ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പുതിയ ഓൺട്രപ്രണേഴ്സ് ഏറ്റെടുക്കുന്നതിനോ ഒരു തരത്തിലുള്ള മടിയും വിചാരിക്കേണ്ട എന്നാണ് പറയുന്നത്. കാരണം പുതുതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിലും അവർ യാതൊരു തരത്തിലുള്ള വിമുഖതയും കാണിക്കേണ്ട ആവശ്യമില്ല. ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അനുവദിക്കുന്ന ലോൺസ്, അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഏറ്റെടുക്കുന്നതിനും പുതുതായിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഈ പറയുന്ന എൻ്റർപ്രൈസുകൾ അതൊക്കെ ഏറ്റെടുക്കുന്നതിനെയും അവരെ പ്രാപ്തമാക്കുന്നുണ്ട്. ആരെ? ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണേഴ്സിനെ. നെക്സ്റ്റ്, പ്രൊമോഷൻ ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എന്താണ് ഈ പ്രൊമോഷൻ ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞെങ്കിൽ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ് ഫെസിലിറ്റീസ് എന്നിവയുടെ രൂപത്തിൽ ഫിനാൻഷ്യലി ആയിട്ട് ഹെൽപ്പ് നൽകാൻ സാധിക്കും. നെക്സ്റ്റ്, മോണിറ്റൈസേഷൻ ഓഫ് എക്കോണമി. മോണിറ്റൈസേഷൻ ഓഫ് എക്കണോമി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അത് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് ഫിനാൻഷ്യലി ആയിട്ടുള്ള ഹെൽപ്പ് ഇതൊക്കെ ആവശ്യമാണ്. അതുമാത്രമല്ല, അവർ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ രണ്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? മോണിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്നും ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ് എന്നും. ഈ മോണിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചസിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റൂറൽ ഏരിയാസുകളിൽ നിന്ന് പുതുതായിട്ടുള്ള ബ്രാഞ്ചസുകൾ തുറക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ക്രെഡിറ്റ് ലെറ്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻസ്, എക്സ്ചേഞ്ച് ബില്ല് റിസീവ് ചെയ്യുക എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സർവീസുകൾ ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ബാങ്ക് അഥവാ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് അതൊക്കെ എന്താണ് സുഗമമാക്കുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ട്രേഡിലുള്ള ട്രേഡിംഗ് ഇൻഫർമേഷൻസ് ഇതൊക്കെ ശേഖരിക്കുകയും അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്,
പറയുകയാണെങ്കിൽ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ ധാരാളം പേരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ടെക്നോളജിക്കലി ആയുള്ള വിദഗ്ധരും അതുപോലെ തന്നെ എഞ്ചിനീയർമാർക്കും ലോൺസ് അഡ്വാൻസസ് ഒക്കെ നൽകേണ്ടതുമുണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നെക്സ്റ്റ് ഇൻഫ്ലുവൻസിങ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇൻഫ്ലുവൻസിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനുള്ളിലെ സാമ്പത്തികമായ എല്ലാ പ്രവർത്തനങ്ങളും ബാങ്കുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? വേരിയേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, രണ്ടാമത്തെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. വേരിയേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡെപ്പോസിറ്റിനെയും അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയും നിരുത്സാഹപ്പെടുത്തും. എന്നാൽ ഈ ബാങ്ക് നിരക്ക് അഥവാ ബാങ്ക് റേറ്റ് കുറച്ചാൽ അത് ഡെപ്പോസിറ്റിൻ്റെയും ഫിനാൻഷ്യലി ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ബാങ്ക് ക്രെഡിറ്റ് സൃഷ്ടിക്കുന്നത്. ഇവിടെ ലോൺസിൻ്റെ വ്യാപനം അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്, ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് എന്നിവയിൽ വർധനവിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യലി ആയുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവശ്യമാണ്. അതുമാത്രമല്ല പോളിസി നടപ്പിലാക്കുന്നതിന് അതുപോലെ തന്നെ നന്നായി അത് ആയിട്ടുള്ളൊരു ബാങ്കിങ് സിസ്റ്റം കൂടിയിട്ട് ഇതിനാവശ്യമാണ് എന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ എമൗണ്ട് അതിൻ്റേതായുള്ളൊരു അതോറിറ്റി ബാങ്കിങ് മേഖലയുടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിസിപ്പേഷനിലോട് കൂടിയും അതുപോലെ തന്നെ സഹകരണത്തോടു കൂടിയും ലോൺസൊക്കെ റെഗുലേഷൻ നടത്തുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസ് അതൊക്കെ ആരംഭിക്കണം. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് ലോൺസിൻ്റെ സ്ട്രാറ്റജീസ് അതൊക്കെ ആവിഷ്കരിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഡിഫറെൻ്റ് ആയുള്ള ബ്രാഞ്ചസുകളിലൂടെ ഫണ്ട് ശരിയായ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിലൂടെ സന്തുലിതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അത് കൈവരിക്കാൻ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കഴിയും. അതുപോലെ തന്നെ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലേസുകളിൽ നിന്ന് മിച്ചം വരുന്ന ഫണ്ടുകൾ അത് കുറഞ്ഞ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് വികസിപ്പിക്കാൻ ഇത് നമുക്ക് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാങ്ക്സ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എമർജിംഗ് ട്രെൻഡ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഇത് രൂപീകരിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1949. 1949 ഈ ഒരു ബാങ്കിങ് കമ്പനി നിയമം പാസ്സാക്കിയത്. ഇന്ത്യയുടെ ബാങ്കിങ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവമായിരുന്നു അത്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കോമ്പൈൻ ചെയ്യുന്നതിന് ഈ ഒരു ആക്ട് ചില കൺട്രോളുകൾ അല്ലെങ്കിൽ ചില റെഗുലേഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനികളുടെ നിയമത്തിന് പകരം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിയമം പാസ്സായതോടെ ഇന്ത്യയിൽ ബാങ്കിങ്ങിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു യുഗമാണ് ആരംഭിച്ചത്. നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് SBI. ക്രിയേഷൻ ഓഫ് SBI എന്ന് പറയുകയാണെങ്കിൽ 1955 ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തത്. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955 ജൂലൈ 1. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് മേഖലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിൻ്റാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കുകളുടെ നാഷണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ നിയമത്തിൽ ബാങ്കിങ് ആക്റ്റിൽ 1968 പാസ്സാക്കിയത്. വാണിജ്യ ബാങ്കുകളുടെ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മേൽ ഒരു നിയന്ത്രണം ചെലുത്താൻ വേണ്ടിയിട്ട് ഇത് കേന്ദ്ര സർക്കാരിന്
അതിൻ്റേതായ അധികാരങ്ങൾ കൂടി നൽകിയതാണ്. എന്നാൽ ഈ നടപടികൾ സർക്കാരിന് തൃപ്തനല്ലെങ്കിൽ 1969 ജൂലൈ 14 പ്രമുഖ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാൻ ഇത് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ലീഡ്സ് ബാങ്ക് സ്കീം. ഇവിടെ പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ അവഗണിക്കപ്പെട്ട ചില മേഖലകളുടെ ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചയ്ക്ക് ഒരു റൂറൽ ഏരിയാസിലെ ഡെപ്പോസിറ്റേഴ്സിന് അതിൻ്റേതായിട്ടുള്ളൊരു റൂറൽ ഏരിയാസിലുള്ള ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ സമാഹരണം, അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് സ്ഥാപനം തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഇതൊക്കെ കൈവരിക്കുന്നതിനായിട്ട് ലീഡ് ബാങ്ക് സ്കീംസ് 1969 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആണ് ഈ ബാങ്കിൻ്റെ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചത്. നെക്സ്റ്റ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീംസ് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അത് സംരക്ഷിക്കുന്നതിനും രാജ്യത്തെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിനിടയിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബിലീവ്സ് അതൊക്കെ റീസ്റ്റോർ ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. ഇത് 1962 ജനുവരിയിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ലോൺസുകാർക്ക് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ലോണുകൾക്ക് അവർ വലിയ തരത്തിലുള്ളൊരു അപകട സാധ്യത ഇല്ലാതെ തന്നെ ലാർജ് സ്കെയിലിൽ തന്നെ നമുക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1971 നിലവിൽ വന്നിട്ടുള്ളത്. പിന്നീട് 1978 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനായിട്ട് ഇത് ലയിപ്പിക്കുകയും ചെയ്തു. ഇവിടെ സ്മാൾ സ്കെയിലായിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സിന് ഇൻഷുറൻസ് ഒരു പരിരക്ഷ നൽകുക, അതുപോലെ തന്നെ സ്മാളർ ലോണേഴ്സിന് അല്ലെങ്കിൽ സ്മാൾ സ്കെയിലുള്ള ലോൺസിന് നൽകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലോൺസ് അത് ബാങ്കുകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുക. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കോർപ്പറേഷൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് ബാങ്കേഴ്സ് അഥവാ ബാങ്കുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു. 1951 അവസാനത്തോടെ ഇന്ത്യയിൽ 566 കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. 1951 അവസാനത്തോടെ ഞങ്ങൾക്ക് 474 ഷെഡ്യൂൾഡ് ചെയ്യാത്ത ബാങ്കുകളുണ്ട്. ബാങ്കുകളുടെ ഇടവിന് പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് പാലിച്ച നയമാണ് അല്ലെങ്കിൽ പോളിസിയാണ്. എന്നാൽ 2000 മാർച്ച് അവസാനം ഇത് 297 ഷെഡ്യൂൾഡ് ചെയ്ത കൊമേഴ്ഷ്യൽ ബാങ്കുകളായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ SBI 90 നാഷണലൈസ്ഡ് ബാങ്കുകളും മറ്റൊരു പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെ 21 പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്ത്യയിലുണ്ട്. ഈ 21 ബാങ്കുകളും അതുപോലെ തന്നെ 3 ലോക്കൽ ഏരിയ ബാങ്കുകളും 10 സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ 6 പേയ്മെൻറ്റ് ബാങ്കുകളും എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 40 സ്വകാര്യ മേഖലകളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. 2017 ഡിസംബർ 26 വരെയാണ് രാജ്യങ്ങളിൽ നിന്ന് 43 വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യയിലെ ബ്രാഞ്ചുകളുമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല 22 രാജ്യങ്ങളിൽ നിന്ന് 45 ബാങ്കുകൾ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന ഓഫീസുകളുമായിട്ട് പ്രവർത്തിക്കുന്ന 31/3/2017 ഇന്ത്യയിലെ RRBSൻ്റെ ഏറ്റവും എണ്ണം 56 നിലവിൽ വന്നത്. അത് നിലവിൽ
അവിടെ പറയുന്നത് ഇന്ത്യയിൽ എന്താണ് RRBSൻ്റെ എണ്ണം എന്ന് പറയുന്നത് 56 നിലവിൽ 40 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത്. ഇതാണ് നമ്പർ ഓഫ് ബാങ്കേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് ബ്രാഞ്ച് എക്സ്പാൻഷൻ. ഈ ബ്രാഞ്ച് എക്സ്പാൻഷനാണ് പറയുന്നത്. ബ്രാഞ്ച് എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു ബ്രാഞ്ച് എക്സ്പാൻഷൻ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 1951 അവസാനത്തോടെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കായിട്ട് 4151 ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഷെഡ്യൂൾഡ് ചെയ്ത മൊത്തം ബ്രാഞ്ചുകളുടെ എണ്ണം 2016 മാർച്ച് അവസാനത്തോടെ 1,38,850 വന്നത്. അതുമാത്രമല്ല പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ 71% ബ്രാഞ്ചസുകളും റൂറൽ അതുപോലെ തന്നെ റൂറൽ ഏരിയാസുകളിലും അതുപോലെ ഇൻ്റർനാഷണൽ ഏരിയാസുകൾ അങ്ങനത്തെ ഏരിയാസുകളിൽ നാഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതുതായിട്ടുള്ള കാൽക്കുലേഷൻസ് പ്രകാരം ഒക്ടോബർ വരെയുള്ള രാജ്യത്തെ മൊത്തം ATMകളുടെയും എണ്ണം എന്ന് പറയുന്നത് 1,04,500 എന്നാണ് പറയുന്നത്. ഇതിൽ 61,500 അല്ലെങ്കിൽ 59% പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. 2017 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ മൊത്തം ATMകളുടെ എണ്ണം 2,77,402 ഉയർന്നത്. നെക്സ്റ്റത്തേതാണ് പറയുന്നത് ഇനി ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡെപ്പോസിലും എങ്ങനെയാണ് നിക്ഷേപങ്ങളുടെയും അല്ലെങ്കിൽ ക്രെഡിറ്റുകളുടെയും ഇൻക്രീസ് അതെങ്ങനെയാണെന്നാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായിട്ടൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഡെപ്പോസിറ്റേഴ്സിലും അതുപോലെ തന്നെ ക്രെഡിറ്റിലുമൊക്കെ. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ബ്രാഞ്ച് എക്സ്പാൻഷനും അതുപോലെ തന്നെ ജനങ്ങളുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബാങ്കിങ് ശീലങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചത് മൂലം ബാങ്കിൽ എന്താണ് അതിൻ്റേതായിട്ടുള്ള ഡെപ്പോസിറ്റിൽ എല്ലാ ഷെഡ്യൂൾഡ് ചെയ്ത കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും മൊത്തം ഡെപ്പോസിറ്റ് 1951 820 കോടിയായിരുന്നു. മൊത്തം ബാങ്കുകളുടെ ലോൺസ് ആ ലോൺസിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2015 മാർച്ചിൽ റൂറൽ ഏരിയാസിലുള്ളത് 14.7% ഉയർന്നു. ഒരു വർഷം മുമ്പ് ഇത് 14% മൊത്തം ഡെപ്പോസിറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 2014 സെപ്റ്റംബറിൽ 12.3% ആയിട്ട് ഉയരുകയും ഒരു വർഷം മുമ്പ് 11.5 നിന്ന് മൊത്തം ബാങ്കിൻ്റെ ലോൺസ് 9.5 ആയിട്ട് കുറയുകയും ചെയ്തു. അങ്ങനെ മൊത്തം നിക്ഷേപങ്ങളിൽ അഥവാ മൊത്തം ഡെപ്പോസിറ്റേഴ്സിൻ്റെ വെലോസിറ്റി അഥവാ ത്വരണം അതെന്താണ് മൊത്തം ബാങ്കിൻ്റെ ലോൺസിലെ ഇടിവ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഇതൊക്കെ എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജനസംഖ്യ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ എല്ലാ ലിറ്ററസി ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഒബ്സർവ് ചെയ്തതുമാണ്. 2018 ജൂൺ വരെയാണ് എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൊത്തം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1,40,985.7 ബില്യൺ അതായിരുന്നു. ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 86,722.7 ബില്യണും ആയിരുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്നത് ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ദി കോമ്പോസിഷൻ ഓഫ് ദി ഡെപ്പോസിറ്റ്. ഇവിടെ ചേഞ്ചസ് ഇൻ ദി കോമ്പോസിഷൻ ഓഫ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു സ്ട്രക്ചറിന് അതിൻ്റേതായുള്ള ചേഞ്ചസ് ഡിമാൻഡിൻ്റെയും അതുപോലെ ടേം ഡെപ്പോസിറ്റുകളുടെയും ഒരു ഈക്വലി ആയിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് 56 ഇയേഴ്സിനിടയിൽ നമ്മുടെ ടൈം ഡെപ്പോസിറ്റിൻ്റെ അനുപാതം അഥവാ ഒരു കൺസിസ്റ്റൻസി തുടർച്ചയായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ അതാണ് ഈ പറയുന്ന ചേഞ്ചസ് ഇൻ ദി കോമ്പോസിഷൻ ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ. സമീപകാലത്ത് എന്താണ് കുറേ തരത്തിലുള്ള ക്രെഡിറ്റ് എക്സ്പാൻഷൻസ് വളരെയധികം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ സമീപകാലത്ത്. അതാണ് ഈ പറയുന്നത് ക്രെഡിറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്.
ഇവിടെ മെയിനായിട്ട് പറയുന്നത് ക്രെഡിറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപമായിട്ടുള്ള വർഷങ്ങളിൽ വളരെയധികം ക്രെഡിറ്റ് എക്സ്പാൻഷൻസ് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും ലോൺസിൻ്റെയും ഒക്കെ എക്സ്പാൻഷൻസ് ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ SHG bank linkage program has emerged as the major microfinance program in the country. എന്ന് വെച്ച് കഴിഞ്ഞാൽ SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം രാജ്യത്തെ ഒരു പ്രധാന മൈക്രോ ഫിനാൻസ് പ്രോഗ്രാമായിട്ട് മാറുകയും ഇത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ RRBSഉം അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളും ഇത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്, മെർജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിൽ ബാങ്കിങ് സ്ട്രക്ചർ അത് എക്സ്പാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഫാമിലീസ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഇപ്പോഴും ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് പോലും ഇല്ലാത്ത വ്യക്തികൾ, അതുപോലെ തന്നെ ബാങ്ക് ചെയ്യാത്ത ഈ പ്രദേശങ്ങളിലേക്കും ബാങ്ക് യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ലാത്ത പ്രദേശങ്ങളിലേക്കും ജനസംഖ്യയിലേക്കും എത്തിച്ചേരാൻ ഒരു ഗണ്യമായിട്ടുള്ള റൂറൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നടത്തേണ്ടതുണ്ട്. എന്നാൽ അതിനെയാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നത് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിൽ ബാങ്കിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തിട്ടും ഫാമിലീസ് അവർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ഇപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിലെ പറയുന്നതാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെ ഉണ്ട്. നമ്മുടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും ആ അക്കൗണ്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മിനിമം ബാലൻസ് ആയിട്ടിടണം നമ്മളെ അക്കൗണ്ടിൽ. പക്ഷേ ഈ നോ ഫ്രിൽ അക്കൗണ്ട്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സീറോ ബാലൻസ് ആയാലും ആ ഒരു അക്കൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനത്തെ അക്കൗണ്ട്സിനെ പറയുന്നതാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള എമൗണ്ടും അതിലുള്ള സീറോ ബാലൻസ് ആയിരിക്കും. നെക്സ്റ്റ് UPI അപ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ 2016 സെപ്റ്റംബർ മുതൽ 51ലധികം ബാങ്കുകൾ അവരുടെ UPI അപ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ബാങ്കിലെ കസ്റ്റമേഴ്സിന് എമൗണ്ട് അടയ്ക്കുന്നതിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ ഗുണമേന്മ ഉറപ്പ് നൽകുന്നതിനൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷൻസും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാതെ തന്നെ മറ്റേതെങ്കിലും ബാങ്കിലെയുള്ള കസ്റ്റമേഴ്സിന് അവരുടെ പേയ്മെൻറ്റ്സുകൾ നടത്താനൊക്കെ ഇത് നമുക്ക് പ്രാപ്തമാക്കുന്നുണ്ട്. ഇത്ര മാത്രമുള്ള UPI ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് റീസെൻ്റായിട്ട് വന്നൊരു ബാങ്കിങ് സിസ്റ്റമാണ്. ആ ബാങ്കിങ് സിസ്റ്റത്തിൽ മെയിനായിട്ട് പറയുന്നത് UPI ആപ്ലിക്കേഷൻസ് 2016 സെപ്റ്റംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ തന്നെ 51ലധികം ബാങ്കുകളിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫറിങ് പ്രോസസ് ഒക്കെ നടത്താൻ പറ്റും. അതിന് നമുക്ക് ഗൂഗിൾ പേ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ പേയിൽ UPI ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോൺ പേ അതൊരു UPI ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഭീം ഇതൊക്കെ UPI ആപ്ലിക്കേഷനാണ്. ഇതിലൊക്കെ നമുക്ക് UPI ID യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ എമൗണ്ട് അടയ്ക്കുന്നതും അതുപോലെ തന്നെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതും ഒക്കെ. എന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാമെന്ന് മീൻസ് നമ്മൾ അനദർ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭീം ആധാർ. ഈ ഭീം ആധാർ എന്ന് പറഞ്ഞത് ഒരു പബ്ലിക് മൊബൈലാണ് എന്നാണ് പറയുന്നത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് അവതരിപ്പിച്ചത്. ഫിംഗർ പ്രിൻറ്റുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഇൻകം, അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നേരിട്ട് തന്നെ നമുക്ക് ട്രേഡ് നടത്താൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ അക്കൗണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിലൊരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഭീം ആധാർ എന്ന് പറയുന്നത്.
ഇവിടെ പറയുന്നത് പ്രൈം കസ്റ്റമർ ബയോമെട്രിക്സ് മന്ത്രി 2017 ഏപ്രിൽ 14 ഈ ഭീം ആധാർ ആരംഭിച്ചത്. ഇവിടെ എന്താണ്, ബാങ്കുകൾക്ക് ഭീം ആധാറിന് കീഴിൽ ആയിരക്കണക്കിന് ട്രേഡിങ്ങുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആധാർ ഡോക്യുമെൻറ്റിൻ്റെനുസരിച്ചാണ് അതിലൂടെയാണ് ഇതിൻ്റെ അക്കൗണ്ട് പ്രൊസീജിയേഴ്സൊക്കെ തുറക്കുന്നതും പേയ്മെൻറ്റ്സുകളിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതൊക്കെ ഇതിലൂടെയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സിൽ വരുന്ന റിസ്ക്, അതിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന റിസ്ക്, അതൊക്കെ എന്താണ് മാനേജ്മെൻറ്റുമായിട്ട് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഈ ബാങ്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, QR കോഡ് ടു എൻഹാൻസ് ക്വാണ്ടിറ്റേറ്റീവ് റീച്ച് ഔട്ട്. ഈ QR കോഡ് ടു എൻഹാൻസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റീച്ച് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം QR കോഡ് എന്താണെന്നുള്ളത്. ഇപ്പോൾ സുപരിചിതമാണ് നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബില്ല് പേ ചെയ്യാൻ നമുക്ക് QR കോഡ് യൂസ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റീച്ച് ഔട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് റീച്ച് ഔട്ട് മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള QR കോഡ് സമീപകാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ പേയ്മെൻറ്റ് ഇൻഡസ്ട്രീസിലെ നിരവധി ബാങ്കുകളുടെ ഒരു തേർഡ് പാർട്ടി ടെക്നോളജീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ QR കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ പേയ്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അതുപോലെ തന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ QR കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസ് ഒരു പുതിയതായിട്ടുള്ള ചാനലിനെ നമുക്ക് പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താണ് വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ എന്താണ് ഈ QR കോഡിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഈ QR കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൺലി 2 ടോപ്പിക്സ് ആണ്. ഒന്ന് പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ബാങ്ക്സ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തൊന്ന് പഠിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇനിയും ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 15 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 15 പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അഥവാ ഇന്നത് എന്താ ഒരു 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ 10 മാർക്കിന് ഇല്ലല്ലോ അല്ലേ, 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 പോയിൻ്റ് അല്ലെങ്കിൽ 5 പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ വേർഡെങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക, ലിസ്റ്റ് ഔട്ട് ചെയ്തെങ്കിലും വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 15 മാർക്കിനാണ് വരുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എഴുതാതെ തന്നെ 15 എന്താ ഈ എമർജിംഗ് ട്രെൻഡ്സ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 7.5 മാർക്കിൽ അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ഈ ബാങ്ക്സ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും പ്രീവിയസ് ഇയർ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. 2018, 17, 16 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ് 2016 ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. മൈക്രോ ഫിനാൻസ് എന്താ ചോദിച്ചിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് 2016. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പോർഷൻസ് ഇതൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് മാത്രം പഠിക്കരുത്, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ബാക്കിയുള്ളതും കൂടി കവർ ചെയ്യുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയുള്ള പോർഷൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുക, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ കവർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പറയാൻ പറ്റില്ല, നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ചിലപ്പോൾ ഡിഫറൻസ് വരുത്താം. ചില പേപ്പേഴ്സിൽ നമുക്ക് എന്താണ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞത് എന്തായാലും നന്നായിട്ട് പഠിച്ച് വെക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തീർത്തു തരും. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ സെക്ഷനിൽ ഒരാൾ എനിക്ക് ഡൗട്ട് ചോദിച്ചിരുന്നു, എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻസ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ ഈ വരും വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ഡീപ്പായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.